തൃശൂർ സുരേഷ് ഗോപി മന്ത്രിയാകുന്നതിൽ തൃശൂരിൽ ബി.ജെ.പി. പ്രവർത്തകരുടെ ആഘോഷം നടക്കുകയാണ്. ജെയ്സൺ ചാമോളപ്പിലാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ജെയ്സൺ, തൃശൂരിൽ എത്തരത്തിലാണ് പ്രവർത്തകരുടെ ആഹ്ലാദവും ആഘോഷവും ഒക്കെ? ഇപ്പോൾ 2 മന്ത്രിമാർ ഇപ്പോൾ കേന്ദ്ര മന്ത്രിസഭയിലേക്ക് എത്തുന്നു. അല്പസമയത്തിനകം തന്നെ അവർ സത്യപ്രതിജ്ഞ ചെയ്ത 2 കേന്ദ്രമന്ത്രിമാർ കേരളത്തിൽ ലഭിക്കുന്നു എന്നതുള്ളതാണ്. പ്രവർത്തകരുടെ ആഘോഷം എത്തരത്തിലാണ്? തീർച്ചയായും തൃശ്ശൂർ പ്രത്യേകിച്ച് ആഘോഷ ലഹരിയിൽ തന്നെയാണ്. തൃശ്ശൂരിലെ ബി.ജെ.പിയുടെ പ്രവർത്തകർ വലിയ ആവേശത്തിലാണ്. വലിയ വിജയം കാഴ്ചവെച്ചതിൻ്റെ ഒരു ആവേശം ഇവിടെ പ്രവർത്തകരുണ്ട്. വിവിധ മേഖലകളിൽ ആഘോഷ പരിപാടികൾ അരങ്ങ് തകർക്കുകയാണ്. ബി.ജെ.പി. വിജയിച്ചു, സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാകുന്നു. ഇരട്ടി മധുരമാണ് തൃശ്ശൂരിലെ ബി.ജെ.പി. പ്രവർത്തകർക്ക് ഇപ്പോഴുള്ളത്. കഴിഞ്ഞ 2 പരാജയങ്ങളും മറന്ന് മറ്റൊരു വിജയത്തിലേക്ക്, പരാജയം മറികടന്ന് വിജയത്തിലേക്ക് എത്തുന്നതിൻ്റെ വലിയ സന്തോഷത്തിലാണ് ഇവർ ഉള്ളത്. സ്ത്രീകൾ ഉൾപ്പെടെ നൃത്തം ചെയ്താണ് തങ്ങളുടെ ആഘോഷം പൊടിപൊടിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാനാകും. ഇത് പൂങ്കുന്നം ഡിവിഷൻ, അതായത് തൃശ്ശൂർ കോർപ്പറേഷന് കീഴിലുള്ള പൂങ്കുന്നം ഡിവിഷനിൽ മാത്രമാണ് ഇപ്പോൾ. മറ്റ് പല സ്ഥലങ്ങളിലും ഇതുപോലെ തന്നെ ആഘോഷ പരിപാടികൾ അരങ്ങ് തകർക്കുന്നുണ്ട്. വലിയ ആവേശത്തിലാണ്. പ്രധാനമായും ബി.ജെ.പിയുടെ വിജയം ബി.ജെ.പിയുടെ വിജയത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തൃശ്ശൂരിൽ ബി.ജെ.പി. പ്രവർത്തകർ വിവിധ മേഖലകളിൽ ആഘോഷ പരിപാടികൾ നടത്തുന്നുണ്ടെങ്കിൽ പോലും ഇന്ന് കേന്ദ്രമന്ത്രിയാകുന്നു എന്നതാണ് ഇന്ന് ഏറെ ആവേശത്തിലാകും. തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ കേന്ദ്രമന്ത്രി പദം വാഗ്ദാനം ചെയ്യുന്നു. അതിനും അപ്പുറത്തേക്ക് കേന്ദ്രമന്ത്രിയാകുന്നു, വിജയിക്കുന്നു. ആ ഒരു ആവേശം എല്ലാ മേഖലകളിലും ഉണ്ട്. തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിലും വിവിധ മേഖലകളിൽ ഇന്ന് 3 മണി മുതൽ തന്നെ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. സ്ത്രീകൾ നൃത്തം ചെയ്യുന്നത് കാണാം. അത്തരത്തിൽ വലിയ ആവേശത്തോടുകൂടിയാണ് സുരേഷ് ഗോപിയുടെ കേന്ദ്രമന്ത്രിസഭയിലേക്കുള്ള പ്രവേശനത്തെ കാണുന്നത്. ഈ തൃശ്ശൂർ കോർപ്പറേഷനിലെ പൂങ്കുന്നം ഡിവിഷനിലാണ് ഇപ്പോൾ ഈ ആഘോഷ പരിപാടി നടക്കുന്നത്. പൂങ്കുന്നം ഡിവിഷൻ എന്ന് പറയുന്നത് ബി.ജെ.പിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ ഒന്നാണ്. കഴിഞ്ഞ കുറേ കാലങ്ങളായി തൃശ്ശൂർ കോർപ്പറേഷനിൽ വലിയ വിജയം നേടുന്ന സ്ഥലമാണ് പൂങ്കുന്നം ഡിവിഷൻ. ബി.ജെ.പിയുടെ വലിയ വിജയം നേടുന്ന ഒരു സ്ഥലമാണ്. ഇപ്പോൾ പൂങ്കുന്നം കൗൺസിലർ തന്നെ നമ്മുടെ ചേരുന്നു. കഴിഞ്ഞ 2 തവണ പരാജയപ്പെട്ടു, ഇതോടെ വിജയിക്കുന്നു. ഇപ്പോൾ അതിനേക്കാളും തിളക്കമാർന്ന വിജയമാണ് ഇപ്രാവശ്യം സുരേഷ് ഗോപിക്ക് ലഭിച്ചിട്ടുള്ളത്. അത് തൃശ്ശൂരിൽ നിന്ന് ആദ്യമായിട്ട് കേരളത്തിൽ താമര വരുന്നത് തൃശ്ശൂരിൽ നിന്നാണ്. അതിന്റെ സന്തോഷമുണ്ട്. ഒപ്പം തന്നെ അദ്ദേഹം കേന്ദ്രമന്ത്രിയാകാൻ പോകുന്നു, അതിന്റെ ഇരട്ടി സന്തോഷമുണ്ട്. പിന്നെ പൂങ്കുന്നം ഡിവിഷനിലെ ആഘോഷമാണ്, ഇവിടുത്തെ ബൂത്തിലെ പ്രവർത്തകർ ചേർന്ന് നടത്തിയിട്ടുള്ള ആഘോഷമാണ്. അപ്പൊ പൂങ്കുന്നം ഡിവിഷനിലാണ് ഒരുപാട് വോട്ട്, നമ്മൾ ഇടത് വലത് കക്ഷികളെ ഒരുപാട് പിന്നിലാക്കിയിട്ടുള്ള ഈ കേന്ദ്രമന്ത്രി എന്ന് പറയുന്നത് വലിയ ഒരു ഉത്തരവാദിത്തമാണ് ശരിക്കും. പിന്നെ അത് അദ്ദേഹത്തിന് നന്നായി നിർവഹിക്കാൻ പറ്റുമെന്ന് നമുക്ക് ഉറപ്പുണ്ട്. കാരണം അദ്ദേഹത്തിന് തൃശ്ശൂരിന്റെ വികസനത്തെ കുറിച്ച് വ്യക്തമായിട്ടുള്ള പ്ലാൻ ഉണ്ട്. ആ പ്ലാൻ അനുസരിച്ച് അദ്ദേഹം അത് കൃത്യമായി ചെയ്യുമെന്ന് ജനങ്ങൾക്ക് ഉറപ്പുണ്ട്. അപ്പൊ തൃശ്ശൂർ വലിയ ഓഫറുകളാണ് വെച്ചിരിക്കുന്നത്, വലിയ പദ്ധതികളുണ്ട്. അതൊക്കെ നടപ്പാക്കുക എന്നുള്ളത് വലിയൊരു, തീർച്ചയായും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തായാലും നടപ്പാക്കും. തൃശ്ശൂർ എടുക്കുമെന്ന് പറഞ്ഞു എടുത്തു. അപ്പോൾ പിന്നെ തൃശ്ശൂരിന്റെ വികസനത്തിന് വേണ്ടിയുള്ളത് അദ്ദേഹം തീർച്ചയായും ചെയ്തിരിക്കും. ഏതായാലും വലിയ തിരഞ്ഞെടുപ്പ് പ്രചരണ കാലത്ത് സുരേഷ് ഗോപി മുന്നോട്ട് വെച്ച നിരവധി പദ്ധതികളുണ്ട്. വലിയ പ്രതീക്ഷകളാണ് പൊതുവെ ബി.ജെ.പി. പ്രവർത്തകർക്ക് നാടിനുള്ളത്. കാരണം സുരേഷ് ഗോപിയുടെ ചരിത്രം, ഇത്തരത്തിലുള്ള രാഷ്ട്രീയ ചരിത്രവും അദ്ദേഹത്തിന്റെ പൊതുപ്രവർത്തന ചരിത്രം പരിശോധിച്ചാൽ അദ്ദേഹം പരമാവധി ഓരോ കാര്യങ്ങൾക്കും പദ്ധതികൾ നടപ്പാക്കാനും മറ്റും കാര്യങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുന്ന ഒരാളാണെന്ന ഒരു ഇമേജ് നിലവിലുണ്ട്. കേന്ദ്രമന്ത്രി എന്ന നിലയിൽ തൃശ്ശൂരിന്റെ മാത്രമല്ല കേരളത്തിന്റെയും അതുപോലെ തന്നെ തമിഴ്നാടിന്റെയും കൂടി ഉത്തരവാദിത്തം തനിക്കാണെന്ന് ഇന്ന് രാവിലെ തന്നെ സുരേഷ് ഗോപി പ്രതികരിച്ചു. അത്തരത്തിൽ വലിയ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ടുള്ള ഒരു കേന്ദ്രമന്ത്രി പദത്തിലേക്കാണ് ഇപ്പോൾ സുരേഷ് ഗോപി എത്തിച്ചേർന്നിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ആഘോഷം വിവിധ മേഖലകളിൽ പൊടിപൊടിക്കുകയാണ്. ശരി, ജെയ്സൺ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് 2 മന്ത്രിമാർ കേന്ദ്ര മന്ത്രിസഭയിലേക്ക് എത്തുന്നു. ഒപ്പം തൃശൂർ പിടിച്ചടക്കിയതിന്റെ സുരേഷ് ഗോപിയുടെ വ്യക്തമായ ലീഡ് ഉൾപ്പെടെ തൃശ്ശൂരിൽ താമര വിരിക്കാനായത് അത് എത്രത്തോളമാണ് ആവേശം പ്രവർത്തകരിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ആഘോഷ പരിപാടികൾ നടക്കുകയാണ് തൃശ്ശൂരിലും മറ്റ് ഇടങ്ങളിലും ബി.ജെ.പി. പ്രവർത്തകരുടെ.